ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാൻ 14-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. നോക്കാം. ഈ ആയത്തുകൾ പറയുന്നത് മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങളോടുള്ള അമിതമായ സ്നേഹത്തെ അള്ളാഹു തആല എന്ത് ചെയ്യാണ്, മനുഷ്യർക്ക് വാണിംഗ് നൽകുകയാണ്, എന്ത് ചെയ്യണം, താക്കീത് നൽകുകയാണ്. മനുഷ്യന് ഉണ്ടാവുന്ന കുറേ അമിതമായി മനുഷ്യന് ഇഷ്ടം പോക്കുന്ന കുറേ വസ്തുക്കളുണ്ട്, കുറേ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാനും, എന്നാൽ മനുഷ്യൻ്റെ ആ ഇഷ്ടത്തിനല്ല പ്രസക്തി, അതിനേക്കാളും മനുഷ്യന് ഏറ്റവും ഉത്തമമായത് എന്താണ്, ഏറ്റവും ഹൈറായത് എന്താണ്, അന്ന് അള്ളാഹു തആല രണ്ടും വേർതിരിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. ഇതിൽ പറയുന്ന പലതും ചിലപ്പോൾ ഇന്നത്തെ സമൂഹത്തിന് എന്താണെന്നില്ല, ഇഷ്ടങ്ങൾ ആവണമില്ല. അപ്പം അതിനുള്ള സമാനതയുള്ള കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം, അതിലേക്ക് കിയാസാക്കണം. ഇന്ന് അതിനോട് കിടപിടിക്കുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് ഇതിലേക്ക് തുല്യം ചെയ്തുകൊണ്ട് മൊത്തം മനുഷ്യൻ്റെ ഇഷ്ടങ്ങളുടെ ഒരു പരാജയമായിട്ടാണ് ഈ ആയത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് നോക്കാം. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് മനോഹരമാക്കപ്പെട്ടിട്ടുണ്ട്. സയ്യനാറിന് എന്താ, ഭംഗിയാക്കി കൊടുക്കാന്ന് അല്ലേ. ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഭംഗിയാക്കപ്പെട്ടിട്ടുണ്ട്. ആരാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുത്തത്? രണ്ടാളുകളുണ്ട്. ഒന്ന് അള്ളാഹുത്ത ഈ കുറേ പറയുന്നത് എന്താണ്, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഭയങ്കര എന്താണ്, ഇഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ആ നിലക്ക് അതിനെ ആക്കിയിട്ടുണ്ട്. ഒന്ന് അള്ളാഹുത്താല ആക്കിയിട്ടുണ്ട്. അള്ളാഹുത്താല ആക്കിയത് എന്തുകൊണ്ടാണ്? മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതേ സമയത്ത് പിശാചിൻ്റെ ഭാഗത്തും ഇതിനെന്തുണ്ട്, ഒരു ഭംഗിയാക്കലുണ്ട്. പിശാചിൻ്റെ ഭാഗത്തുള്ള ഭംഗിയാക്കൽ എന്തിനാണ്? മനുഷ്യനെ വസ്വാസാക്കാനും പഴപ്പിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ, ഈ പറയുന്ന കുറേ വിഷയങ്ങളൊക്കെ ഇത് നല്ലതാണ്, ദുഷാറാണ്, നീ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പിന്നിൽ കൂടാൻ നിനക്ക് ഉപകരിക്കും എന്ന തോന്നൽ എന്തുണ്ട്, അവിടെ ഉണ്ടാക്കി തരുന്ന ഒരു പാർട്ടുണ്ട്. അത് പിശാചിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ്, ആസ്വാദകരമാണ് എന്ന് തോന്നുന്ന ഒരു രീതി ആ വസ്തുക്കളിൽ അള്ളാഹു തആല എന്ത് ചെയ്തിട്ട് മനുഷ്യന് പരീക്ഷണമായിട്ട് അതിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആരാണ് മനുഷ്യനെ ആരാണ് മനുഷ്യന് അലങ്കാരമാക്കി തോന്നിച്ചതെന്ന രണ്ടാൻസർ. ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, രണ്ട് പിശാചിൻ്റെ ഭാഗത്തുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ളത് മനുഷ്യന് പരീക്ഷണത്തിന് വേണ്ടിയാണ്. അള്ളാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്. പിശാചിൻ്റെ ഭാഗത്തുനിന്നുള്ളത് എന്താണ്, മനുഷ്യനെ അതിൽ വസ്വാസിൽ കുടുക്കി മനുഷ്യനെ വഴിപഴിപ്പിക്കാനും കൂടിയാണ്. നോക്കാം. എന്തിനൊക്കെയാണ് മനുഷ്യനോട് ഇഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഹുബ്ബ് ഷഹവാത്തി, ഷഹവാത്തുകളോടുള്ള പ്രേമം, ഇഷ്ടം. ഹുബ്ബ് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ്. ഷഹവാത്ത് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകൾ. ഷഹവത്തിൻ്റെ ജമ്മാണ് ഇത്, ഷഹവാത്ത്. ഷേക്ക് ആഗ്രഹങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അത് പലതുണ്ടാവുമല്ലോ. അപ്പോൾ ആഗ്രഹിക്കപ്പെടുന്ന കുറേ സാധനങ്ങൾ, അതിനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല എന്ത് ചെയ്യാണ്, പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ എണ്ണി പറയണം. എന്നാൽ അത് മാത്രമല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളോടുള്ള ആ ഇഷ്ടം മനുഷ്യനെന്താണ്, അത് മനസ്സിലുണ്ടാവുന്ന രൂപത്തിലുള്ള സിറ്റുവേഷൻ ആർക്കുണ്ട്? മനുഷ്യന് ഉണ്ട്. അപ്പോൾ ശേഷം പറയുന്ന വിഷയങ്ങളൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളായിട്ട് പറയണം. അപ്പം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല മനുഷ്യൻ്റെ ആഗ്രഹം, പക്ഷെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്ന സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം അതിന് അള്ളാഹു തആല ആഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താണ്, അത് അത്രയും മനുഷ്യനെ സ്വാധീനിക്കുന്ന സംഗതികളാണ്. മാത്രമല്ല അതിൻ്റെ ഒരു മറുവശം അള്ളാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അത്രയും നിസ്സാരമായും ഗൗരവമായും കാണേണ്ട വസ്തുവുമാണ്.
മനുഷ്യന് വലിയ സംഭവമായിട്ട് തോന്നാണ്, എന്നാൽ ആ സംഭവം ഒന്നല്ല, അതിനൊന്നുമില്ല, യാഥാർത്ഥ്യം ഇല്ല എന്നും കൂടി മനസ്സിലാക്കണം. പക്ഷെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ വക വസ്തുക്കൾ എണ്ണി പറയാൻ കാരണം മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പം ഈ വക കാര്യങ്ങളോടുള്ള മനുഷ്യൻ്റെ ഇഷ്ടം അത് ഓട്ടോമാറ്റിക്കലി കൂടുന്ന ഒരു പ്രകൃതം ആർക്കുണ്ടാക്കി തന്നിട്ടുണ്ട്? മനുഷ്യനുണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഷഹവാത്തുകൾ എന്ന ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണ്? അതിനെ മനുഷ്യൻ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ആ തലക്ക് മനുഷ്യനെ എന്ത് ചെയ്തത്? അവിടെ താക്കീത് നൽകുന്ന മനുഷ്യനെ സൂചിപ്പിക്കാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം അല്ലാഹു തആല അവിടെ നടത്തിയത്. അപ്പം ഷഹവത്ത് പറഞ്ഞ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ 3 രീതിയിലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ബുദ്ധിയും ഷഹവത്തും രണ്ടുമുണ്ട്. ബുദ്ധിയുണ്ട്, ഷഹവത്തുണ്ട്. അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ബുദ്ധിയുണ്ട്, എന്നാൽ ഷഹവത്ത് തീരെ ഇല്ലാത്തവരുണ്ട്. ആരാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ബുദ്ധി ഭയങ്കരമാണ്, പക്ഷെ ഷഹവത്ത് ലെവലേശില്ല. ആരാണ്? മലക്കുകളാണ്, അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എന്തുണ്ട്? ഷഹവത്തേ ഉള്ളൂ, ബുദ്ധി പറഞ്ഞ സാധനം തീരില്ല. അതാരാണ്? മൃഗങ്ങൾ, അല്ല, മൃഗങ്ങളോട് തുല്യതയുള്ള ജീവികൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ബുദ്ധിയുമുണ്ട്, ഷഹവത്തുണ്ട്. അതാരാണ്? അത് മനുഷ്യനും. അപ്പോൾ ഷഹവത്ത് ഉണ്ടെങ്കിലും ആ ഷഹവത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിയും അള്ളാഹു തആല ആർക്ക് തന്നിട്ടുണ്ട്? മനുഷ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഷഹവത്തിന് പഠിച്ചവൻ എന്നെ കുടിക്കിയത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനതുകൊണ്ട് കുടുങ്ങിപ്പോയില്ലേ, എനിക്ക് മലക്കളപ്പനെ ആക്കിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ആ ഷഹവത്തിനെ മറികടക്കാനുള്ള ബുദ്ധി അള്ളാഹു തആല എനിക്ക് തന്നിട്ട്. മാത്രമല്ല, ആ ഷഹവത്തിനെ നീ ബുദ്ധി കൊണ്ട് മറികടന്നാൽ നിനക്ക് മലക്കുകളെക്കാൾ ശ്രേഷ്ഠനാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് കൊടുക്കാത്ത വാസസ്ഥലമാണ് അള്ളാഹു തആല ആർക്ക് കൊടുക്കുന്നത്? മനുഷ്യന് കൊടുക്കുന്നത്. ഇതിനെ പറിച്ച് അള്ളാഹു തആല തന്ന ബുദ്ധി നിന്റെ ഷഹവത്ത് കൊണ്ട് നീ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നീ എന്താവും? മൃഗങ്ങളെക്കാളും മോശവും. അപ്പം നമുക്ക് രണ്ടും തന്നിട്ടുണ്ട് അല്ലാഹു തആല. ഷഹവത്തും തന്നിട്ടുണ്ട്, ബുദ്ധിയും തന്നിട്ടുണ്ട്. അപ്പം ഷഹവത്ത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണോ അതിനനുസരിച്ച് നമ്മളത് വിജയങ്ങളും പരാജയങ്ങളും. അത് നമ്മൾ ആ ഷഹവത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഷഹവത്തിനെ പരാജയപ്പെടുത്തി ബുദ്ധി ജയിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. എന്നിട്ട് പറയുന്നത് എന്താ? മിനൻ നിസായി, എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഷഹവാത്തുകൾ? 1 സ്ത്രീകൾ. അത് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ എന്ന് പറയാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞത് ഈ ആയത്ത് സ്ത്രീകൾക്ക്. അപ്പം സ്ത്രീകൾ എന്ന് പറയാൻ കാരണം എന്താ? സ്ത്രീകളോട് അവിടെ ഇപ്പോൾ ആർക്കാ അപ്പോൾ ഷഹവാത്ത് ബാധകമാകുള്ളൂ? പുരുഷനല്ലേ ബാധകമുള്ളൂ. പുരുഷന് ആരോട്? സ്ത്രീകളോടുള്ള ഇഷ്ടം എന്താണ്? അത് കൂടുതൽ മനോഹരമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തിരിച്ച് മനുഷ്യനോട്, പുരുഷനോട് ഇല്ലാന്ന് തോന്നുമോ? ഇല്ല. പിന്നെന്താണ് ആ നിലക്ക് അവിടെ പ്രയോഗിക്കാൻ കാരണം? ഞാൻ പറഞ്ഞത് ഇത് ഇറങ്ങിയ കാലഘട്ടത്തിലെ ഒരു സ്വഭാവമാണ്. അന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്കൊരു റോളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പുരുഷന്റെ താല്പര്യങ്ങൾക്കാണ് അന്ന് എന്തുണ്ടായിരുന്നത്? പ്രസക്തി ഉണ്ടായിരുന്നത്. പുരുഷന് സ്ത്രീകളോടുള്ള ആധിപത്യവും അതിനുള്ള താല്പര്യവും അതിൻ്റെ ഒരു പരമാധികാരവും അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലക്കാണ് അവിടെ സ്ത്രീകൾ പ്രയോഗിക്കാൻ കാരണം. മറിച്ച് സ്ത്രീകൾക്ക് പുരുഷനോടൊന്നുമില്ല, ഷഹവാത്തില്ല എന്നുള്ള അർത്ഥത്തിൽ അല്ല. അപ്പം പിന്നെ അവിടെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? മനുഷ്യനുള്ള വൈകാരികതയോടുള്ള ഒരിഷ്ടം എന്നാണ് അതിൻ്റെ ഇന്നർ മാന വരിക. അപ്പം അതാരും പെടും? സ്ത്രീയും പെടും, പുരുഷനും പെടും. പിന്നെ സ്ത്രീ എടുത്ത് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടത്തിലെ ചില സിറ്റുവേഷൻസാണ്. പിന്നെ ഇമാം വസാലിയാന്ന് തോന്നുന്നു, അത് റാസിയാണ് പറഞ്ഞ, എനിക്ക് ഓർമ്മയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇച്ഛ, ലോകത്ത് സംഭവിക്കുന്ന മനുഷ്യൻ സംഭവിക്കുന്ന ഇച്ഛകളിൽ വെച്ച് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇച്ഛ പുരുഷന് സ്ത്രീയോടുള്ള ഇച്ഛയാണ് എന്നും കൂടി എന്തുണ്ട് അതിൽ ഒരു സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം സ്ത്രീക്ക് പുരുഷനോടുണ്ട്, പുരുഷന് സ്ത്രീയോടുള്ള ഒരു ഇഷ്ടങ്ങൾ. അതെന്താണ്? ആ ഒരു രീതിയിലാണ് മനുഷ്യൻ്റെ ഏതുള്ളത്? സൃഷ്ടിപ്പ് ഉള്ളത്.
അപ്പോൾ സ്ത്രീകളോട് ഒരു മനുഷ്യന് നമ്മളില്ല താല്പര്യമില്ല എന്ന് പറയാൻ പുരുഷനെ സംബന്ധിച്ചെന്തല്ല സാധ്യത. പിന്നെ റയർ കേസിൽ ആർക്കും എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്നല്ലാതെ ഏത് മഹാനാണെങ്കിലും എന്തുണ്ടാവും, സ്ത്രീകളോടുള്ള ഒരു ഇച്ഛ അവർക്ക് മനസ്സിൽ ഉണ്ടാവും. സ്ത്രീക്ക് അതുകൊണ്ടാണല്ലോ മനുഷ്യൻ അങ്ങനെ ഉണ്ടാവണം. അത് ഉണ്ടാവുന്നതോടാണ് സന്താനബ്ദികൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, തലമുറകൾ നിലനിൽക്കുന്നത്. വൽ ബനീന, ബനീന എന്താണ്, ബനീന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും ബനീന സന്താനങ്ങൾ എന്നർത്ഥമാണ് ഇപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ബനീന എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്, ആൺമക്കൾ എന്നാണ്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ മറ്റൊരു സംഗതിയാണ് ഇത് ആൺമക്കളോടുള്ള ഇഷ്ടം. അന്ന് ഒരു പിതാവിന് എന്തായിരുന്നു. അപ്പം ഈ ആയത്തിലൂടെ രണ്ട് സംഗതിയുണ്ട്. അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്, അതേസമയത്ത് പൊതുസമൂഹത്തിലുണ്ടാവുന്ന ഇഷ്ടങ്ങളെ വിലയിരുത്തലുണ്ട്. ഇപ്പോഴും ആൺകുട്ടികളുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് കുറേ ആൾക്കാർ ഏറ്റവും വലിയ സംഗതി. പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴും മനുഷ്യൻ്റെ മുഖം ചിലപ്പോൾ പ്രസവിച്ചാൽ, എൻ്റെ ഭാര്യ പ്രസവിച്ച പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ മുഖം ഒന്ന് വാടുന്ന അവസ്ഥ ഇപ്പോഴും ചില സമൂഹത്തിലൊക്കെ ഉണ്ട്. ഇല്ലയൊന്നുമില്ല. ഇപ്പം രണ്ട് പെൺകുട്ടികളായ അടുത്ത ഗർഭണ്ണ എല്ലാം പറയും ഇതെങ്കിലും ആൺകുട്ടി ആവട്ടെ എന്ന് പറയും. അപ്പം എന്താണ്, എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ആൺകുട്ടിയോടുള്ള ഇഷ്ടം ഒരു പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ മൈൻഡിൽ പെൺകുട്ടികൾ ഉണ്ടാകാനാണ് എന്ത്, പെൺകുട്ടികളല്ല ഭാരം. കാരണം പെൺകുട്ടികൾക്ക് എന്ത് പെൺകുട്ടീൻ്റെ വിവാഹത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ റെഡിയാവുന്ന അവസ്ഥ. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ തന്നെ കെട്ടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അധികം ആദ്യം എന്ത് ചെയ്യുക ആൾക്കാർക്ക് വരും. പെൺകുട്ടിയായ പറഞ്ഞാൽ അത് അപ്പം തന്നെ സമ്പാദിച്ച് തുടങ്ങിക്കോ എന്നാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്ത് ചെയ്യുക ആദ്യമേ പറഞ്ഞ ടോണുണ്ട്. അപ്പം ഇവിടെ മക്കളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയും വെക്കാം. മക്കളോടുള്ള ഇഷ്ടം എന്താണ്, മനുഷ്യൻ മനോഹരമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മക്കൾ എന്താണ്, മക്കളോട് ഇഷ്ടപ്പെടണ്ടെന്നാണോ? ഇഷ്ടപ്പെടണ്ടെന്നല്ല, പക്ഷെ മക്കളോടുള്ള ഇഷ്ടം എങ്ങനെയാണ് മനുഷ്യന് മനോഹരമാക്കപ്പെടാന്ന് പറഞ്ഞാൽ എന്താണ്, മക്കളുടെ ഇഷ്ടം പല നിലക്കുണ്ടാവും. ഒന്ന് ആ മക്കളുടെ നിറച്ച അർത്ഥം വെച്ച പിന്നെ അങ്ങനെ തന്നെ ബാഹ്യമായിട്ട് അർത്ഥം യോജിക്കുന്നുണ്ട്. ഇനി പെൺമക്കളോട് ഇഷ്ടമുണ്ടോ? മക്കളോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തലമുറകൾ നിലനിൽക്കാനുള്ള ആഗ്രഹം ആർക്കുണ്ട്, മനുഷ്യന് പൊതുവുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, തലമുറകൾ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം മനുഷ്യനുണ്ട്. പിന്നെ മക്കളോട് ഇഷ്ടം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏത് രീതിയിലാണ്? മക്കൾക്ക് വേണ്ടി അധികമാണോ നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മക്കളോട് ഇഷ്ടം മൂത്തിട്ട് എന്ത് ചെയ്യും, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും, കുറച്ചൊക്കെ അവിടുന്ന് വന്നൊക്കെ എന്ത് ചെയ്യും, സമ്പാദിക്കാൻ എന്ത് ചെയ്യും ആഗ്രഹം. നമ്മൾ പലരും പറയാനൊക്കെ എനിക്ക് ഏതായാലും ഭാഷൻ്റെ മക്കളെന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് നിൽക്കാണ് കുറേ ആൾക്കാർ സമ്പാദിക്കുന്നത്. അങ്ങനെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നിടത്ത് എന്ത് ചെയ്യാണ്, മനുഷ്യൻ്റെ അവസാന സമയത്ത് എന്ത് ചെയ്യാണ്, ഹറാമോ ഹലാലും നോക്കാതെ സമ്പാദ്യത്തിലേക്ക് പോവാണ്. അപ്പം മക്കൾ അയാൾക്ക് എന്താണ്, ഒരു പരീക്ഷണമാണ് അല്ലേ? അപ്പം മക്കളെ അയാൾക്ക് എന്താണ്, ഒരു പരീക്ഷണമാണ്. മക്കൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, പല ഹറാമുകളും ചെയ്യേണ്ടി വരുന്നത്. മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ പല അഡ്ജസ്റ്റ്മെൻറ്റും നടത്തുകയാണ്. സത്യത്തിൽ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മക്കളോടുള്ള ഇഷ്ടം കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഇച്ഛകളിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഇച്ഛകളിൽപ്പെട്ട ഒന്നാണ് ഏത്, മക്കളോടുള്ള മനുഷ്യൻ്റെ ഇഷ്ടം. മുമ്പൊരു ചങ്ങായി പറഞ്ഞു, ഞാൻ കട്ടുകൊണ്ടെങ്കിൽ എൻ്റെ മക്കളെ നോക്കലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം മക്കളോടുള്ള മക്കൾ പട്ടിണി എടുക്കരുത്, മക്കൾക്ക് ബുദ്ധിമുട്ടി വരരുത് എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, പിന്നെ മനുഷ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ ഹറാമും ഹലാലും നോക്കേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം അത് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മിന ദഹബി വൽ ഫില്ലത്തി അല്ല വൽ കനാത്തീറിൽ മുക്കന്തറത്തി. കനാത്തീറാൻ എന്താ, കൂമ്പാരങ്ങൾ. കിന്താറ് പറഞ്ഞാൽ എന്താ, കൂമ്പാരം. മുക്കന്തറി പറഞ്ഞാൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു വെക്കുന്ന കൂമ്പാരങ്ങളോട് എന്താണ് മനുഷ്യനോട് താല്പര്യം, മനുഷ്യന് ഇഷ്ടമാണ്. ആ മനുഷ്യൻ്റെ ഒരു ഇഷ്ട സ്വഭാവമാണ്. പണ്ടവിടെ പ്രാന്തന്മാർ പോലെ എന്ത് ചെയ്യും, പൈസ കണ്ടാ വയ്ക്കുന്ന എടുക്കുമെന്ന് പറഞ്ഞ പോലെ അല്ലേ, ആള് പ്രാന്തനാണ്, എന്ത് ചെയ്യും,
പൈസകളുടെ എടുക്കും എന്ന് നാളെ ഒരാളിനോട് തമാശ പറഞ്ഞു. മനുഷ്യന് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. എങ്ങനെ പറഞ്ഞാൽ എന്താ, പണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, അത് അല്ലെങ്കിൽ നോട്ടിൻ്റെ കെട്ടുകൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എന്ത് ചെയ്യുക, കെട്ടി വെച്ചിട്ട് അതിങ്ങനെ എണ്ണി നോക്കുക, അല്ലേ, അതിന് വൈകുന്നേരം എണ്ണ ഇങ്ങനെ എന്ത് ചെയ്യുക, അത് കുറയുമ്പോൾ കുറച്ച് ബേജാറ്, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ എത്ര, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണി എന്ത് ചെയ്യുക, ആസ്വദിക്കുക, അല്ലെങ്കിൽ പണത്തിൻ്റെ ആ പ്രസരിപ്പിൽ ആർമാദിക്കുക. ആ പണത്തിനോട് എന്താണ് മനുഷ്യന് ഇഷ്ടം, അത് പൊതുവെ ഒരു നേച്ചറാണ്. അപ്പോൾ ഈ പണത്തിൽ എന്തുണ്ട്, മിനൽ ദഹബി വൽ ഫിദ്ദത്തി അല്ല, സ്വർണം വെള്ളി എന്ന് അർത്ഥം വെക്കണം. എന്താണ്, അന്നത്തെ രണ്ട് പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളാണ് ദഹബും ഫിദ്ദത്തും. ഇന്നിപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റില്ല. ഇന്ന് ഡോളർ, റിയാല്, അല്ലേ, ദിർഹം, ദീനാറ് എല്ലാം എന്താണ് അതിൽപ്പെടും, റൂബിളൊക്കെ എല്ലാം. അപ്പം നല്ല ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, ഒരു മനുഷ്യൻ നന്നായി നല്ല മുതൽ സമ്പാദിക്കുന്നതിന് ഇസ്ലാം എതിരൊന്നും പറയില്ല. വിശ്വാസിയുടെ കയ്യിലുള്ള മുതൽ നല്ല മുതലാണെന്നാണ് അള്ളാഹു താല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ സമ്പാദ്യങ്ങൾ നല്ല 4 രീതിയിൽ അള്ളാഹിന്റെ പ്രവാചകൻ വേർതിരിച്ചതിൽ ഹലാലായി സമ്പാദിച്ച് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു മനുഷ്യന്റെ സമ്പാദ്യം നല്ല സമ്പാദ്യമാണ്. മനുഷ്യ സമ്പാദ്യത്തിന് ഏറ്റവും മോശമായ സമ്പാദ്യമാണ് ഹറാമായി സമ്പാദിച്ച് ഹറാമായ മാർഗത്തിൽ എന്ത് ചെയ്യുക, ചെലവഴിക്കുക. മറ്റൊന്നും വലിയ ഗുണമൊന്നുമില്ല. ഹറാമായി സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യുക, പള്ളി കൊടുക്കുക, അല്ലെങ്കിൽ എത്തിങ്ങാനെ കൊടുക്കുക, അതും അത്ര നല്ലതൊന്നല്ല. പിന്നെ അതേപോലെ തന്നെ ഹലാലായി സമ്പാദിച്ചിട്ട് ഹറാമിലേക്ക് ചെലവഴിക്കുക, അങ്ങനത്തെ കുറേ ഭാഗ്യദോഷികളുണ്ട്, അല്ലേ. ഹറാമായി സമ്പാദിക്കുക, സമ്പാദിക്കുക ഹലാലാണ്, എന്നിട്ട് ഹറാമിയത്തിലേക്ക് കൊടുക്കുക. അപ്പം നല്ല മുതലിനെ അള്ളാഹു തആല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന് മുതൽ സമ്പാദിക്കുന്നത് എന്ത് വേണം, ഒരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ എന്തിനാണ് സമ്പാദിക്കുന്നത്, എനിക്ക് എൻ്റെ കുടുംബത്തിന്, നാടിന്, ദീനിന്, സമുദായത്തിന്. അങ്ങനെ സമ്പാദ്യം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോ ലക്ഷ്യങ്ങളും ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നീയത്ത് നന്നാക്കിക്കൊണ്ടായിരിക്കണം. അല്ലാതെ എന്തല്ല, എനിക്ക് എന്ത് ചെയ്യണം, പിടിച്ചു നിൽക്കാൻ, കുടുംബങ്ങളിൽ കാട്ടിക്കൂട്ടാൻ, അല്ലെങ്കിൽ എന്താണ് ആളുകളിൽ എന്ത് ചെയ്യാണ്, പറയിപ്പിക്കാൻ. ആ നിലക്കൊക്കെ സമ്പാദിക്കണമെങ്കിൽ ആ സമ്പാദ്യം എന്തല്ല, അതിന് അതൊരു വാല്യൂ ഇല്ല. അങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അധികം എന്താണ് സമ്പത്തിനുള്ള മോഹം വരുന്നത്. എനിക്കെന്തുമില്ല, എനിക്കെന്ത് ചെയ്യണം. അല്ല, മനുഷ്യന്മാർ സമ്പാദിക്കണ എയിം നോക്കുമ്പോൾ അധികം ആൾ ചോദിച്ചാൽ എന്താ പറയുക, എനിക്ക് അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, 2 വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, അല്ലെങ്കിൽ എൻ്റെ വീടൊക്കെ ഒന്ന് മാറ്റി എൻ്റെ നാട്ടുകാരുടെ എന്ത് ചെയ്യണം, ഒന്ന് അവരെ ഞെട്ടിപ്പിക്കണം. ഇങ്ങനത്തെ കുറേ ചിന്തകളാണ്. ആ ചിന്തകൾ, അങ്ങനത്തെ ചിന്തകളോട് ഇഷ്ടങ്ങളാണ് അധികം മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത്. അപ്പം സമ്പത്തിനോടുള്ള ഇഷ്ടം എന്താണ്, അള്ളാഹു തആല മനുഷ്യന് അലങ്കാരമാക്കി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പരീക്ഷണമാണ്, പിശാചിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്. പിശാചിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ്, അത് വഴിവേപ്പിക്കലാണ്. റഹബ്, സ്വർണം വെള്ളി അവിടെ ഉദ്ധരിച്ചത്. സ്വർണം വെള്ളിയും പറയാൻ കാരണം എന്താണ്, അന്നത്തെ സമ്പാദ്യങ്ങൾ മെയിൻ സ്രോതസ് സ്വർണം വെള്ളി ആയതുകൊണ്ടാണ്. സ്വർണം വെള്ളി എന്ന് പറഞ്ഞ ഇന്നും സ്വർണം വെള്ളിക്ക് വലിയ മൂല്യമുണ്ടല്ലോ, അല്ലേ. ഇന്നും വില കൂടിയ സാധനമല്ലേ ഏത് സ്വർണം. പക്ഷേ സ്വർണം വെള്ളി മാത്രമല്ല, സ്വർണം വെള്ളി ഏത് കാലത്തേക്കും അത് സമ്പാദ്യമായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം അവസാന നാളാകുമ്പോൾ സ്വർണത്തിൻ്റെ വാല്യൂ നല്ല ഇടിയും എന്നാണ് ഹദീസിലുള്ളത്. പെട്ടെന്ന് ഇടിയും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്വർണത്തിന് വേണ്ടി ഒരു വ്യക്തിയെ വധിച്ച വ്യക്തി ഖേദിക്കുന്ന, ഇത്രയും വിലയില്ലാത്ത സാധനത്തിന് വേണ്ടിയാണ് ഇയാളെ ഞാൻ കൊന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യൻ്റെ ലൈഫിൽ തന്നെ എന്ത് ചെയ്യും, അത് അതിൻ്റെ ഇടിഞ്ഞാൽ അത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കൊലപാതകി ഖേദിക്കണമെങ്കിൽ ഖേദിക്കണം എന്താ, ഇത്രയും വിലയില്ലാത്ത സാധനത്തിനാണല്ലോ ഞാൻ ഇവനെ വധിച്ചത് എന്ന് കുറ്റബോധം, എന്തൊരു പൊട്ടത്തരാണ് ഞാൻ ചെയ്തതെന്ന് അയാൾ ചിന്തിക്കുന്ന പറയുമ്പോൾ ഒരാളുടെ ലൈഫിൽ എന്ത് ചെയ്യും, അത് സംഭവിക്കും. അപ്പം അത്ര പെട്ടെന്നാണ് അതിൻ്റെ ഇടിച്ചിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്. റഹബ്, സ്വർണത്തിന് റഹബ് എന്ന് പറയാൻ കാരണം എന്താ, ശരിക്കും റഹബ് പറഞ്ഞാൽ എന്താ, പോവാന്ന. ഈ സാധനം എന്താണ്, അതിൻ്റെ പ്രകൃതി എന്താണ്, അത് പോകുന്നർത്ഥം. നമ്മൾ പറഞ്ഞ പണം എന്ന് പറഞ്ഞാൽ വിരുന്നുകാരനെന്ന് പറയില്ലേ, ഇന്ന് വരെ നാളെ പോകുന്നറിയില്ലേ, അതേ പ്രയോഗമാണ് ശരിക്കും റഹബക്ക്. റഹബാറിന് എന്താ, പോകുക എന്നർത്ഥം. അപ്പം എന്നും മനുഷ്യൻ്റെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല റഹബ് എന്നുള്ള സംഗതി. അതെന്ത് ചെയ്യും, ഇന്നുണ്ടെങ്കിൽ നാളെ പോവാം എന്തെങ്കിലും രീതിയിൽ കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് പണത്തിന് അവിടെ റഹബ് എന്ന് പറയാനുള്ള കാരണം. ഫിദ്ദത്ത് പറഞ്ഞാൽ എന്താ, അതും അതേ അർത്ഥമാണ്. ഫിദ്ദത്ത് പറഞ്ഞാൽ എന്താ, തഫ്തരിക്കാനാ. തഫ്തരിക്കാൻ എന്താ, ചിതറുക എന്നാ, ചിന്നിച്ചിതറുന്ന.
എന്ത് ഇങ്ങനെ ഒരു സാധനം ചിന്തിച്ചിത്ര എന്ത് ചെയ്യും, 4 ഭാഗത്തേക്കും പോവും. വെള്ളിക്ക് അങ്ങനെ പറയാൻ കാരണം എന്താ, അതും അങ്ങനെ തന്നെയാണ്. അതെന്ത് ചെയ്യും, ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, അതിങ്ങനെ സ്പ്രെഡായി പോവും. അതുകൊണ്ടാണ് വെള്ളിക്ക് ഫില്ലത്ത് എന്ന് പറയാൻ കാരണം. രണ്ടിൻ്റെ അർത്ഥം എന്താണ്, കയ്യിൽ ശാശ്വതമായി നിൽക്കാത്ത സാധനം എന്നാണ്. ആ സാധനത്തിൻ്റെ പേരിൽ തന്നെ അതിനർത്ഥമുണ്ട്. എന്താണ്, ഇത് കയ്യിൽ നിന്ന് പോണ സാധനമാണ് എന്നെന്തുണ്ട്, അതിലർത്ഥമുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അറബികൾ എന്തർത്ഥം വെച്ചാൽ അതിലെന്തുണ്ട്, അതിന് ലോജിക്കുണ്ട്. നമ്മൾ രൂപ എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്കുന്നത് നമുക്കറിയാൻ കഴിയണില്ല. പക്ഷെ അറബി ഭാഷ അങ്ങനെയല്ല, അർത്ഥവത്താണ്. രൂപക്ക് എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഉണ്ടോ അറിയില്ല. പക്ഷെ റഹബ് എന്ന സ്വർണത്തിന് വെക്കാൻ കാരണം എന്താ, അതിനെന്തുണ്ട്, അതിനർത്ഥമുണ്ട്. വെള്ളിക്ക് പിന്നെ ഫുള്ളത്തിൽ വെക്കാൻ കാരണം എന്താ, അതിനർത്ഥമുണ്ട്. അവരതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വശങ്ങൾ കണ്ടിട്ടുണ്ട്. വൽ ഖൈല്, ഖൈല് പറഞ്ഞെന്താ, ഖൈല് പറഞ്ഞെന്താ പറയും, ഖൈല് പറഞ്ഞ കുതിരകൾ എന്നാണ്. അറബി ഭാഷയിൽ ഏകവചനം ഇല്ലാത്ത ഒരു പദമാണ് ഏത്, ഖൈല്. കുതിരകൾ എന്നാണ് ഏത്, ഖൈലിൻ്റെ അർത്ഥം. അതിൻ്റെ ഏകപദം ഏതാ, ഫർസ് എന്നാണ്. ഖൈലിന് എന്തില്ല, ഒരു ഖൈല് എന്ന് പറയണമെങ്കിൽ വേറൊരു പദം അറബി ഭാഷയിലില്ല. കുതിര, ഖൈല് പറഞ്ഞ എന്താണ്, കുതിരകൾ എന്നാണ്. ഇനി ഒരു കുതിര എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം, ഖൈലും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഏത് പറയണം, ഫർസ് എന്ന് നമ്മൾ പറയണം. ഖൈല് എന്ന് കുതിരക്ക് പറയാൻ കാരണം എന്താ, കുതിരക്ക് ഖൈല് എന്ന് പറയാം. ഖൈല് എന്നുള്ള എന്താ ശരിക്കും അർത്ഥം, പ്രൗഢി എന്നാണ് അല്ലേ. കുതിരപ്പുറത്ത് കയറിയാൽ എന്തുണ്ടാവും, ഒരു പ്രൗഢി ഉണ്ടാവും. ആ സ്വഭാവം മനുഷ്യന് വരുന്നതുകൊണ്ടാണ് എന്ത്, അല്ല കുതിരപ്പുറത്ത് ഒരാൾ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, അത് അത്യാവശ്യം ആഫിയത്തും ആരോഗ്യമൊക്കെ ഉണ്ട്. അത് പണ്ടത്തെ അന്നത്തെ സൈക്കോളജി ആയിട്ടോ ഞാൻ പറയാം, അന്നത്തെ സൈക്കോളജി അനുസരിച്ച്, മനഃശാസ്ത്രം അനുസരിച്ച് കുതിരപ്പുറത്ത് പോകുന്ന ഒരാൾ ഒരു പ്രൗഢനായിട്ട് തോന്നുക. അപ്പം അയാൾക്ക് എന്തുണ്ട്, ഒരു പ്രൗഢി വരുന്നുണ്ട്. ആ സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് ആ ജീവിക്ക് ഇത് വെക്കാൻ കാരണം, ഖൈല് എന്ന് വെക്കാനുള്ള കാരണം. മറ്റൊരു സംഗതി, ഖൈലിന് വേറെ സംഗതിയുണ്ട്. ഖൈല് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുടെ കണ്ണ് തഖയ്യലാന്നറിയും. ഒരാളെ കണ്ണിൽ അട്രാക്ട് ചെയ്യും, ആകർഷിക്കപ്പെടും. അയാൾ കണ്ണെടുക്കൂല അതിലേക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ കുതിരപ്പുറത്ത് ഒരാൾ പോവുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് പറയട്ടെ, ഞാൻ ഇന്നത്തെ കാലത്തേക്ക് വേറെ വിശദീകരണം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് കുതിരപ്പുറത്ത്, നല്ല കുതിരപ്പുറത്ത്, അയാൾ ഖൈലിൽ മുസവ്വമ, മേത്തരം കുതിരകൾ, അടയാളമാക്കപ്പെട്ട കുതിരകൾ എന്ന സിഗ്നേച്ചറുള്ള, അല്ലേ, സിഗ്നേച്ചറുള്ള അടയാളമാക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന കുതിരകൾ. അപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന കുതിരകൾ, ഏതെങ്കിലും ചാവാരി കുതിരകളല്ല പറഞ്ഞത്. കുതിരകളോട് മനുഷ്യന് താല്പര്യം ഉണ്ടായിരുന്നു അന്ന്. അത് മേത്തരം ശ്രദ്ധിക്കപ്പെടുന്ന കുതിരകളാണ്. ആ കുതിരപ്പുറത്ത് പോയാൽ തന്നെ എന്താണ്, ഒരാൾ അയാളെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ഈ ഒരു സ്വഭാവം ഉണ്ടായത് കൊണ്ടാണ് കുതിരക്ക് എന്ന് പറയാൻ കാരണം, ഖൈല് എന്ന് പറയാനുള്ള കാരണം. ഇപ്പോഴും കുതിരകൾ അല്ലേ, കോടിക്കണക്കിന് വിലയുള്ള ഏതുണ്ട്, കുതിരകൾ ഇന്നുണ്ട് അല്ലേ. ലക്ഷങ്ങൾ മുതൽ കോടിക്കണക്കിന് വില. ചില കുതിരകളൊക്കെ എന്തൊരു ഭംഗിയാണ്. അപ്പൊ അത് അന്നത്തെ ഒരു വാഹനമാണ്, അന്ന് ഏറ്റവും വലിയ പ്രൗഢമായ വാഹനമാണ്. അപ്പൊ ആ വാഹനങ്ങളോടുള്ള ഇഷ്ടം മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരു പ്രകൃതി വരുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്, മനുഷ്യനുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വാഹനം നീ എടുക്കണം എന്ന് തോന്നിപ്പിക്കുന്ന പിന്നെ വസ്വാസിൻ്റെ ഭാഗത്തുനിന്ന് വസ്വാസിൻ്റെ ഭാഗമായി പിശാചിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അർത്ഥമാക്കാം, നല്ല അത്യാഡംബര വാഹനങ്ങളോടുള്ള പ്രിയം അല്ലേ. ഇന്നും അങ്ങനെയല്ലേ. ഇന്നെന്താണ്, അപ്പോൾ വാഹനം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, നമുക്ക് നമ്മുടെ ഉപയോഗത്തിനും സൗകര്യത്തിനും. നല്ല വാഹനം എടുക്കണ്ടെന്നല്ല, ഒരാൾ പണം മുടക്കി നല്ല വാഹനം എടുക്കുമ്പോൾ ആ നല്ല വാഹനത്തിന് അതിൻ്റെതായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ഓരോരുത്തർ യാത്രക്കനുസരിച്ച് വേണ്ടി വരും, നല്ല വാഹനങ്ങൾ വേണ്ടി വരും. അപ്പോൾ എടുത്തോട്ടെ. പക്ഷെ എടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം, അത്രയും എന്താണ് നമുക്ക് കംഫർട്ടിനും ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ സുഗമമാകാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ എന്താണ്, ഞാൻ ബെൻസെടുത്ത് എല്ലാവരും ഒന്ന് അറിയട്ടെ. അപ്പം എന്താണ്, ആ ചിന്താഗതിയാണ് മനുഷ്യന്മാർക്ക് അധികം. അല്ലെങ്കിൽ ഞാൻ റോൾസ് റോയ്സിനെടുത്ത്, അല്ലെങ്കിൽ അവൻ റോൾസ് റോയ്സിനെടുത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും നീ ഒന്നും കണ്ട് ചിന്തിക്കും, ഞാൻ ആരാണ്, പൈസക്കാരാണ്. ഇങ്ങനെ ഒരു ഐഡന്റിഫൈന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ എടുക്കുന്നത്, അധികാരം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് മനുഷ്യന്മാർ അധികം മനസ്സിൽ വരുന്നത്. അതിനെ മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി
അവൻ ഏത് നല്ല വാഹനം, അവൻ അത്രയും തിരക്കുള്ളവനാണെങ്കിൽ അവൻ ഏത് നല്ല വാഹനങ്ങൾക്കും ഇസ്ലാം എതിരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഒട്ടകം ചില സമയത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ഒട്ടകം നല്ല പവർഫുള്ളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ മറികടക്കുന്ന ഒരു ഒട്ടകവും സഹാബിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലെന്ന്. അത്രയും ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു എന്നാണ്. ഒരു ദിവസം മാത്രമാണ് ഒരു അറാബി റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിനെ ഓവർടേക്ക് ചെയ്ത് പോയത്. അപ്പം തന്നെ സഹാബികൾ എന്ത് ചെയ്തു? വെച്ചു എന്നൊരു ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ റസൂൽ പറഞ്ഞു, സാരില്ല, അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു സംഗതി ഏറ്റവും ടോപ്പിലെത്തിയ അതിനൊന്ന് താഴത്തേക്ക് എത്തുന്ന പണി ആരുടെ പണിയാണ്? പഠിച്ചവൻ്റെ പണിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെന്താണ്? നല്ല വാഹനം എടുക്കുന്നതിൽ ഇസ്ലാം എതിരൊന്നല്ല. ഏറ്റവും നല്ല വാഹനം ഉപയോഗിച്ചിരുന്ന ആര്? സുലൈമാൻ നബി ഇസ്ലാം അല്ലേ? സുലൈമാൻ നബി ഇസ്ലാം പരവതാനിൽ പറഞ്ഞിരുന്നു, ഇന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫ്ലൈറ്റ് എടുക്കൽ ആരായിരിക്കും? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമായിരിക്കും. കാരണം എന്താ, ഒരു മാസം യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒരു ദിവസം കൊണ്ട് പോയിരുന്നോ. പിന്നെ അല്ലേ അന്നത്തെ പരവതാനിൽ പറന്നിരുന്നു എന്നാണ്. എന്ന് വിചാരിച്ചു സുലൈമാൻ നബി ഇസ്ലാം ആളുകളെ കാണിക്കാനും ജനങ്ങളിൽ എന്തെയാണ് അവനൊന്ന് നമ്മൾ വണ്ടി എടുക്കുന്നതിന് ഉദ്ദേശം എന്താ? നമുക്ക് വണ്ടി എൻജോയ് ചെയ്യണമെന്നല്ല. കുറച്ച് ആൾക്കാരൊന്നും എന്ത് ചെയ്യണം? അതെ, കുറച്ച് ആൾക്കാരെ സ്വസ്ഥത കളയണം. അവന് കുറച്ച് ദിവസം ഉറക്കമുണ്ടാവരുത്. എനിക്ക് അതുള്ളൂ. ചിലർ ആഗ്രഹം അങ്ങനെ പറയും, ഞാൻ വണ്ടി എടുക്കുക, എനിക്ക് വണ്ടി എടുത്താൽ മതി. എന്തിനാണെന്നറിയോ? ഉപയോഗിക്കാനൊന്നുമല്ല. അവൻ്റെ മുന്നിൽ കൂടെ 4 കറക്കലാക്കി കൊടുന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യും? വിൽക്കും. ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ നല്ല വാഹനത്തോടാണ് ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നല്ല ഇസ്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ എയിമാണ്? പൊതുവെ വണ്ടികളോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രൗഢതക്കും പിന്നെ അതിൻ്റെ അന്തസ്സ് പ്രകടിപ്പിക്കാനും മനുഷ്യൻ്റെ പെരുമ കാണിക്കാനൊക്കെയാണ് മനുഷ്യന്മാർ അധികവും വാഹനങ്ങളെ കാണുന്നത്. ആ ഒരു ചിന്താഗതി പൊതുവെ വാഹനങ്ങളിലുണ്ട്. അതെന്താണ്? അത് മനുഷ്യൻ്റെ എന്താണ്? ഒരു പരീക്ഷണമാണ്. അപ്പം അതിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? മനുഷ്യൻ പരാജയം സംഭവിക്കാൻ പാടില്ല എന്നാണ് ലാസ്റ്റ് പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെത്തും. പിന്നെന്താ? വൽ അൻആമി, കാലികൾ അല്ലേ? കാലികൾ എന്ന് പറഞ്ഞാൽ ഒട്ടകം, പശു. ഇത് അൻആം എന്ന് പറയാൻ കാരണം ഖൈലുൽ മുസവ്വമാരാണ്? സമ്പന്നരെ സംബന്ധിച്ചുള്ള പ്രൗഢികളാണ്. ഖൈലുൽ മുസവ്വ പറഞ്ഞാൽ പണക്കാരെ വീക്ക്നെസ്സാണ്. അതേസമയത്ത് എന്താണ്? സാധാരണക്കാരന് ഒരിക്കലും എന്തുണ്ടാവില്ല, എനിക്ക് റോൾസ് റോയ്സ് എടുക്കണം ചിലപ്പോൾ എന്തുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം അവൻ്റെതായ വീക്ക്നെസ് ഉണ്ട്. അതാണ് അൻആം. അൻആമൻ എന്താ? ഒട്ടകം, പശു, ആട്, പോത്ത്, കാള, അതൊക്കെ ഇതിൽപ്പെടും, അൻആമിൽപ്പെടും. അന്നത്തെ കാലത്ത് അതാണ്. അപ്പം ചെറുകിട വാഹനങ്ങളോടുള്ള ഇഷ്ടങ്ങളും മനുഷ്യന്മാർക്ക് അങ്ങനെ എന്തുണ്ടാവും? ഇന്നത്തെ കാലത്ത് സമ്പന്നരല്ലാത്തവർക്കും അവരുടേതായ മാനസിക വാഹനപ്രയങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. ചിലവർ പറഞ്ഞെന്താ വെച്ചാൽ അതൊന്നും വേണ്ട, എനിക്കെന്ത് മതി, ഒരു മാരുതി ഉണ്ടായാൽ മതി പറയും. മാരുതി ഉണ്ടായാൽ എന്താ പറയുക? ഇതെന്ത് ചെയ്യണം? ഇത് ഷിഫ്റ്റ് ആക്കണം എന്ന് പറയും. ഷിഫ്റ്റ് ആക്കി എന്ത് പറയും? ഇനി ടയോട്ടൻ്റെ എടുക്കണം, പിന്നെ 7 സീറ്റർ ആക്കണം എന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ഇങ്ങനെ പോവും. മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെ പോകുമെന്നാണ് മനസ്സിലാവേണ്ടത്. അപ്പോൾ മറ്റൊരു സമ്പന്നര വികസനം സാധാരണക്കാരിൽ എന്തുണ്ട്? അൻആം എന്ന് നമുക്ക് മനസ്സിലാക്കാം. വല്ല ഹർസ്, കൃഷികൾ. അന്നത്തെ കാലത്ത് കൃഷി ഒരു മനുഷ്യൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ്. അതിലേക്ക് സമയം കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അത് മാത്രം ഇടപെട്ട് അതിൻ്റെ നഷ്ടത്തിലോ അതിൻ്റെ ലാഭത്തിലൊക്കെ നഷ്ടത്തിൽ എന്ത് ചെയ്യും? അഗാധമായ ദുഃഖം പോവും. ലാഭത്തിൽ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവും. അതങ്ങനെ. ഇന്നത്തെ കാലത്ത് നമുക്ക് ബിസിനസ് എടുക്കാം. ബിസിനസ്സും വ്യാപാരങ്ങളുള്ള അമിതമായ ഇഷ്ടങ്ങൾ എന്തുണ്ട്? മനുഷ്യന് മനോഹരമാക്കപ്പെട്ടിട്ടുണ്ട്. ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ. ഇതൊക്കെ ദുനിയാവിലെ ഐഹിക ലോകത്തെ വിഭവങ്ങളാണ്. ഇത് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? അതൊക്കെ അസ്തമിക്കും. ഇതൊന്നും എന്തുണ്ടാവില്ല, ഇതിനൊന്നും എന്തില്ല, നിലനിൽപ്പില്ല. എത്ര കാലം നമ്മൾ വണ്ടിയിൽ പോവും, എത്ര കാലം നമ്മൾ ബിസിനസ് ലീഡ് ചെയ്യും. അതിനൊക്കെ എന്തുണ്ട്? ഒരു ലിമിറ്റഡ് പീരിയഡ് ഉണ്ട്. അതാണ് പറയുന്നത് മത്താവുൽ ഹയാത്ത് ദുനിയാണ്. ആ പ്രയോഗത്തിൽ എന്തുണ്ട്? ഇതൊക്കെ ദുനിയാവിൻ്റെ വിഭവങ്ങളാണെന്നുള്ള എന്താ? അതിനൊക്കെ എന്തുണ്ട്? ഒരു ചെറിയ അതിനൊക്കെ പരിപൂർണമായും ലിമിറ്റുണ്ട്. ചെറിയ ലിമിറ്റല്ല, പൂർണ്ണമായി എന്താണ്? അതിനൊക്കെ എന്തുണ്ട്? ലിമിറ്റാണ്. ദുനിയാവിൻ്റെ വിഭവങ്ങളാണ്. വല്ലാഹു, അള്ളാഹു താലയാവുന്ന എന്തോ അവൻ്റെ അടുക്കലാണ് ഹുസ്നുൽ മആബ്, നല്ല മടക്കം.
അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാനുള്ള വിഭവം ഉണ്ടല്ലോ, അതാണ് വലിയ വിഭവം. അത് ശാശ്വതമായ സ്വർഗ്ഗമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടത്. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ദുന്യാവിൽ അള്ളാഹു തആല നമുക്ക് തന്നത് പരീക്ഷണത്തിന് വേണ്ടിയാണ്. ആ പരീക്ഷണം കൊണ്ട് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൻ്റെ അടുത്തുള്ള നല്ല മടക്കത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, പ്രതിസന്ധി സൃഷ്ടിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കമുള്ളത്. അതാണ് ഏറ്റവും അന്തിമം നിലനിൽക്കുന്നതും അതാണ് ഏറ്റവും അധികം സ്തുതിക്കപ്പെട്ടതും. അപ്പോൾ ശാശ്വതമാവുന്ന ആ ഒരു സംഗതിക്ക് വേണ്ടി നശിക്കുന്ന ഈ കണ്ട അഹിയ വിഭവങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ കൊണ്ടുവന്നാൻ പാടില്ല, അതിന് നമ്മൾ സംഭവിക്കാൻ പാടില്ല. അപ്പം അള്ളാഹുവിൻ്റെ ബുദ്ധിമാനായ അടിമ ഈ ആയത്തിലൂടെ മനസ്സിലാക്കുന്നത് എന്താണ്, അവനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അത് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ എന്തല്ല അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനെ ബാധിക്കുന്ന രൂപത്തിലാകരുത്. ഞാൻ പറഞ്ഞേ, ഒരു സൂഫിയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് തുടച്ച് വൃത്തിയാക്കുമ്പോൾ എന്ത് ചെയ്തു, ഒരു ഭക്തി നിസ്കാരം കഥാക്കി. അതിൻ്റെ ദേഷ്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ വീടിനന്ന് തീ കൊടുത്തു എന്നാണ്. അപ്പം അവർക്കതിനാ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തട്ടണമെങ്കിൽ അതൊക്കെ അവർ ഒഴിവാക്കും. അള്ളാഹുമായിട്ടുള്ള ഇടപാടിൽ ഇതൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആൾക്ക് എന്തെല്ലാം അലങ്കാരമല്ല, പരീക്ഷണം വിജയമാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് ബിസിനസ് പ്രതിസന്ധിയാണെങ്കിൽ, അള്ളാഹുമായുള്ള ബന്ധത്തിന് എൻ്റെ വാഹനങ്ങൾ പ്രതിസന്ധിയാണെങ്കിൽ, എൻ്റെ ഭവനം പ്രതിസന്ധിയാണെങ്കിൽ, അവിടെയാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്, അവൻ നിലപാടെടുക്കേണ്ടത്. അപ്പം അള്ളാഹുമായ ബന്ധത്തിന് ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊന്നും തടസ്സമാകാൻ പാടില്ല എന്നർത്ഥം അല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാമോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ, എത്ര മുതലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ഇപ്പം അടച്ചോനെ ഒരു തസ്ബീ ചൊല്ലിക്കോന്ന് പറഞ്ഞു. ഒരു മലക്കാണ് പ്രതീക്ഷിച്ചത്. തസ്ബീ ചൊല്ലിപ്പോൾ എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് സുലൈമാൻ നബി വലിയ സമ്പാദ്യത്തിൽ പകുതി കൊണ്ടേക്കുമെന്ന് പറഞ്ഞു ഒരു തസ്ബീന്. അപ്പം എന്താണ്, അതൊരു മലക്കായതുകൊണ്ട് ആ മലക്ക് എന്ത് ചെയ്തില്ല, അത് ഞാൻ അള്ളാഹുവിൻ്റെ മലക്കാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് എന്തില്ല, അങ്ങോട്ട് നോക്കുമ്പോൾ ഇതിനൊന്നും വിലയില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ കാണേണ്ടത്. അപ്പം അള്ളാഹു തആല ഈ അവസ്ഥയിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. അള്ളാഹു തആല നല്ലത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ.